വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ഇത് കുറേ ആയല്ലോ, ഒരുപാട് ക്ലിപ്സ് ആയല്ലോ, ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. എന്നാലും സാറില്ല, വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ നാസ്തിയായിട്ട് നെയ്പ്പത്തിലും കറിയാണ് ഉണ്ടായേ, ബീഫ് കറിയും. പിന്നെ ഇതാ ഇന്ന് മോളിലെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. ഏകദേശം ഏറെക്കുറെ സ്കൂളിലെല്ലാം ഫ്രൈഡേ തന്നെയാണ് ഓണം സെലിബ്രേഷനും സ്കൂള് 10 ദിവസത്തേക്ക് വെക്കേഷന് പൂട്ടുന്നതും എല്ലാം ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നത്. ജസൂന് ഏതായാലും ഇന്നലെ ആയിരുന്നു. അങ്ങനെ ഇതാ ഇന്നലെ ഞാൻ കാണിച്ചെന്ന ആ ക്ലോത്തില്ലേ, അത് ഉമ്മ നല്ലൊരു കുപ്പായം അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാവാടി അതും കൂടി ഇടുമ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ സ്കൂളിലേക്ക് ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട, സ്നാക്സ് മാത്രമേ കൊണ്ടുപോകണ്ടൂ, വേഗം വരും. കുറച്ച് ഗെയിംസും കാര്യവും അങ്ങനെയെല്ലാം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു പൂവ് കാണാൻ നല്ല രസമാണ്, പക്ഷെ പറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു വാടുന്ന പോലെ ഉണ്ടാവും വേഗം തന്നെ. പിന്നെ മറ്റാ ഒരു ചുവപ്പ് പൂവില്ലേ, അതിൻ്റെ പേരറിയില്ല, അതും കൂടി പറിച്ചിനെ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലോണം അത് വാടിപ്പോകും. അങ്ങനത്തെ ഒരു പൂവാണ് അത്, അതിൻ്റെയും പേരറിയില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് സ്കൂളിൽ പോയി. പിന്നെ ഇതാ ഞാൻ മിസൂന് എപ്പോഴും ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇസാൻ ഫുഡിൻ്റെ ഈ ഒരു ഐറ്റംസ്, ഹോം മെയ്ഡ് ആയിട്ടില്ലേ. ഞാനിത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ നിർത്താമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. പക്ഷേ പിന്നെ ഇപ്പോൾ ഫീഡിങ്ങൊക്കെ നിർത്തിയപ്പോഴും എപ്പോഴും എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇത്. കാരണം ഒന്നും പേടിക്കാണ്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും ന്യൂട്രീഷ്യൻസ് ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത്. അങ്ങനെ ഞാൻ ഓരോരോ സമയത്ത് ഓരോരോ ഫ്ലേവറും ഏതെല്ലാം മിക്സിങ്ങും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കുറുക്കിൻ്റെ പൗഡർ അവരുടെ അടുത്ത് നിന്ന് വാങ്ങൽ. എല്ലാ മാസവും ഇസാൻ ഫുഡിൻ്റെ ഞങ്ങൾക്കൊരു കൊറിയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. എല്ലാ ഫ്രൈഡേയും മസ്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കണം, സ്പെഷ്യൽ ഉണ്ടാക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഉള്ളപ്പോൾ ഉള്ള പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിന് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ദം ചെയ്യലാണ്, മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലിലേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പും ഇട്ടുകൊടുത്ത് പിന്നെ ഇതാ ചിക്കൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലെയർ സെൻട്രലായിട്ട് മസാല ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ മേലേക്ക് നല്ല ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് എപ്പോഴെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ മേലെ ഗരം മസാലയും മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ദമ്മിന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി സെറ്റായിട്ടാ. പിന്നെ ദമ്മിൽ വെക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ കുറേ നേരം ദമ്മിൽ വെക്കുമ്പോൾ തന്നെയാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റും കിട്ടുന്നത്. അതെനിക്ക് എപ്പോഴും തോന്നലുണ്ട്. അങ്ങനെ ഇത് ഉപ്പെല്ലാം പള്ളിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ ഉച്ചക്ക് ബാങ്കെല്ലാം കൊടുത്ത്. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബഹൂർ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു മണവും ആ ഒരു ആംബിയൻസും അത് കത്തിച്ചിട്ട് നമ്മളത് ഭയങ്കര ഫീൽ ഗുഡാണ് കേട്ടോ, ആ ഒരു സ്മെല്ലും എല്ലാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നിട്ടിതാ ഉച്ചക്ക് നല്ല ബിരിയാണി കഴിക്കുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഉപ്പി എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ നമ്മളും ഇതാ കേൾക്കലാന്ന് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏത് ബിരിയാണിയാണ് ഇഷ്ടം? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഒരുപാടുണ്ടല്ലോ, ഫിഷ് ബിരിയാണി. ഓരോരാൾക്കും ഓരോരോ ഇഷ്ടമായിരിക്കും. എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്കെല്ലാം ഫേവറേറ്റാണ്, എല്ലാം കേൾക്കും. എന്നാലും ഒന്നും കൂടി ഫേവറേറ്റ് എന്ന് വെച്ചാൽ ചിക്കൻ തന്നെയായിരിക്കും, പിന്നെ ബീഫും. ബാക്കിയുള്ളതെല്ലാം പിന്നത്തെ ഓപ്ഷനാണ്. ഇത് എല്ലാം കൂടി വെച്ചാൽ ഫസ്റ്റ് എന്തായാലും ഞാൻ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഇതേതെങ്കിലും ആയിരിക്കും എടുക്കുക. അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാനിതാ നഗറ്റ്സ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. എപ്പോഴെങ്കിലും ഇതേപോലെ രണ്ടാക്കും വൈകുന്നേരം കൊടുക്കും നഗറ്റ്സ് എല്ലാം. എപ്പോഴില്ല, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് വൈകുന്നേരം ഉണ്ടാക്കും. ഇന്നിത് നഗറ്റ്സ് ഫ്രൈ ചെയ്ത് കൊടുത്ത് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും രണ്ടാക്കും ചായ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പാല് അല്ലെങ്കിൽ ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് കൊടുക്കൽ. പിന്നെ കുട്ടികൾക്ക് ചായ കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കലുമില്ല. പക്ഷേ നമുക്കും വലിയ നല്ലതൊന്നും അല്ല കേട്ടോ ചായ.
പക്ഷെ എനക്കെല്ലാം മസ്റ്റാണേ, വൈകുന്നേരം ആയാലും രാവിലെ ആയാലും. അപ്പോൾ ഇതാ നഗറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് സോസ് അല്ലെങ്കിൽ മയണീസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നഗറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, ഏകദേശം എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ഇതാ രണ്ടാക്കും ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.